റിയാക്ഷൻ ഇല്ലാത്തത്. I love you. Ramu, I love you. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ രാമുവിൻ്റെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എന്ത് സർപ്രൈസ് കൊടുക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ റാൻഡായിട്ട് വീഡിയോ ഉണ്ട്, ഇങ്ങനെ ഈ സ്കാറിലൊക്കെ സർപ്രൈസ് കൊടുക്കൂല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ. കാരണം എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എപ്പോഴും ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ്, നമ്മുടെ കൂടെ തന്നെ അമുണ്ണുണ്ട്. അപ്പോൾ അത് ഒരു സീനാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ മീറ്റ് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മാത്രം ഒരു സമയത്ത് ഞാനിങ്ങനെ ഇപ്പോൾ സലൂണിൽ പോവുകയും അല്ലെങ്കിൽ രാമുണ്ണ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോവുകയും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, അങ്ങനത്തെ സമയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ തിങ്സ് ഒക്കെ വാങ്ങി സർപ്രൈസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനിങ്സ് ഒക്കെ ആക്കിയിട്ട് ഡേയുടെ തലേന്ന് സെറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്താവുമെന്ന് ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ കുറേ നാളെ പിന്നെ സർപ്രൈസസ് ചെയ്തിട്ട്, കാരണം അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ദുബായിക്ക് പോകുന്നു, രാമൂട്ടിന് ഇങ്ങോട്ട് വന്ന് ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു, ബൈക്ക് വാങ്ങി കൊടുക്കുന്നു, സ്റ്റുഡിയോ വാങ്ങി തരുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായി ആ ഒരു ക്ഷീണം നമുക്കുണ്ട്. അതുകൊണ്ട് ടച്ച് വിട്ടു പോയിത്. അതുകൊണ്ട് എത്ര സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്താ കാർ എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ഇറങ്ങാണ് പുറത്തേക്ക്. കാരണം കാറിൻ്റെ അവസ്ഥ കുറച്ച് ശോചനീയമാണ്. നമുക്ക് കാറിൻ്റെ അവസ്ഥ എന്തായാലും കണ്ടിട്ട് വരാം. എന്നിട്ട് കാറൊന്ന് വാഷ് ചെയ്യാൻ കൊടുക്കാം. ദെൻ നമുക്ക് തിങ്സ് വാങ്ങിക്കാൻ പോവാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ കാറിന്റെ കറന്റ് അവസ്ഥ. ഇത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇവിടെ അടുത്തൊരു അപ്പുറത്ത് റോഡ് പണി ഉണ്ടായിരുന്നു. റോഡ് പണി കാരണം നമ്മൾ വാഷ് ചെയ്തിട്ടാലും പെട്ടെന്ന് പൊടിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊരു മഴയും പെയ്ത്, ആ മഴ പെയ്തിട്ട് ആ മഴത്തുള്ളിയാണ് ഇങ്ങനെ പൊടികളായിട്ട് നിൽക്കുന്നത്. സോ വാഷ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയി വാഷ് ചെയ്തിട്ട് ബാക്കി സെറ്റ് ചെയ്യാം അല്ലേ. പിന്നെ നമ്മുടെ കാർ ഒരു നടക്കുന്ന റൂമായതുകൊണ്ട്, ഓടുന്ന റൂമായതുകൊണ്ട് കുറച്ചധികം സാധനങ്ങളുണ്ട്. സോ ഇതൊക്കെ വൃത്തിയാക്കി കാറിനെ കുട്ടപ്പനാക്കണം. അപ്പൊ ഗൈസ് സെറ്റ്, നമുക്ക് പോവാം. ഇനി കാറ് കൊണ്ടുപോയി വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് വാഷ് തിരിച്ച് മേടിച്ച് സാധനങ്ങൾ ആ ഗ്യാപ്പിൽ പോയി വാങ്ങിക്കണം. ഇല്ല, കാർ എടുത്തിട്ട് സാധനങ്ങൾ പോയി വാങ്ങിക്കും. എന്തെങ്കിലും ചെയ്യാം, അപ്പോഴത്തെ ഇതുപോലെ ചെയ്യാം. സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ സാധനങ്ങൾ നമുക്ക് എവിടെയെങ്കിലും കീപ്പ് ചെയ്ത് വെക്കണം. കാരണം ഇപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്യണ്ട, നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ചെയ്യാമല്ലോ. അപ്പോൾ ആ സമയത്ത് രാമ്പൂട്ടൻ കാണാൻ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്യണം. ഞാൻ വിചാരിക്കുന്ന കുറച്ച് ബലൂൺസ് പിന്നെ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെയൊക്കെ വെക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ ഇങ്ങനെ ചാടുന്നു. അയ്യോ, എന്തൊക്കെയാ കൊച്ചെനിക്ക് വേണ്ടി ചെയ്തതെന്ന് പറയാ കൊരങ്ങൻ. പിന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ബൊക്കെ കൊടുക്കുന്നു. ഇന്ന് രാമ്പൂട്ടാ അങ്ങനെ കൊടുക്കുന്നു. തുറന്നു നോക്കുമ്പോൾ സാധനങ്ങൾ വീഴുന്നു. പിന്നെ കുറച്ച് ബലൂൺസ് ഒക്കെ കാറിൻ്റെ അകത്ത്. പിന്നെ നമുക്കിങ്ങനെ ഡാഷിൻ്റെ അകത്ത് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ദെൻ ഗോ ബാക്കിൽ പോകുന്നു. എന്നിട്ട് അത് തുറക്കുമ്പോൾ ലൈറ്റ്സ്, ബലൂൺസ്, കേക്ക്, രാമുടിൻ്റെയും എൻ്റെ കുറേ ഫോട്ടോസ് എല്ലാം. ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാറ് റെഡ് പെയിന്റ് അടിച്ചാലോ? അത്രയും വേണ്ട അല്ലേ? അത്രയും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പം ആദ്യം ഒന്നേന്ന് പറഞ്ഞ് നമുക്ക് ഓരോന്ന് ചെയ്യാം. അപ്പം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതൊക്കെ സക്സസ് ആവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എത്ര പക്ഷെ ഫ്ലോപ്പ് ആണെങ്കിലും ഞാൻ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും കേട്ടോ. അത് നിങ്ങൾ കാണണമല്ലോ. അപ്പൊ വാ, പോയി കഴുകിയിട്ടും വരാം. അങ്ങനെ കാറ് കഴുകി. ഞാൻ നല്ല പോസ്റ്റാണ് ഗൈസ്. കുട്ടാപ്പിയായി. ഇപ്പോൾ നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരുങ്ങാം. മുടുക്കനായി. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്കിനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വണ്ടി ഒരുക്കാം. ഹായ് ഗൈസ്, അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ കാർ വാഷ് മാത്രമേ സത്യത്തിൽ നടന്നുള്ളൂ. അതിനുശേഷം കുറച്ച് വർക്ക്സ് ഒക്കെ ആയിട്ട് അത് അങ്ങനെ പോയി. എനിക്ക് പോയിട്ട് എന്താ പറയാ, വാലന്റൈൻസ് ഡേക്ക് ഡെക്കർ ചെയ്യാനുള്ള ഒരു സാധനങ്ങൾ പോലും മേടിക്കാൻ അന്നത്തെ ദിവസം പറ്റിയില്ല. ആക്ച്വലി കാർ വാഷ് മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ജീവയായിട്ട് ഞാൻ പോയിട്ട് കുറച്ച് തിങ്സ് വാങ്ങി. രാമുണ്ട് ഇവിടെ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെടി, ബെയർ, 2 ലവ്, അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡെക്കർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഞാൻ ആര്യച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ കേക്ക് ഓർഡർ കൊടുത്തത് ഒരു 4 ദിവസം മുന്നേ. കാരണം 11-ാം തീയതി മുതൽ ഞാനിങ്ങനെ 10-ാം തീയതി മുതൽ ഞാനിങ്ങനെ എപ്പോൾ കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനുള്ള. അപ്പൊ ബാക്ക് ടു ബാക്ക് വർക്ക് വന്നോണ്ട് ഇടയിലൊരു ഗ്യാപ്പും വേണം. കാറിലെ ഡെക്കർ ചെയ്യണോണ്ട് രാമുണ്ട് ഉണ്ടാവാനും പാടില്ല, നമുക്ക് കാർ യൂസ് ചെയ്യാത്തൊരു സമയവും വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ലാഗായി പോവുകയാണ്. അങ്ങനെ ലാഗായി ലാസ്റ്റ് വാലന്റൈൻസ് ഡേ തന്നെ എത്തിയേക്കാണ്. അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പൊ പോയി ആർച്ചിച്ചിയുടെ അടുത്ത് പോയിട്ട് കേക്കും സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. ആർച്ചിച്ചി പറയുന്നുണ്ട് കേക്കൊക്കെ ഇച്ചിരി സ്പ്രെഡ് ആയിട്ടുണ്ടടി.
അതായത് നമ്മൾ വെച്ചതൊക്കെ സ്പ്രെഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഗൈസ് എന്തായി എന്നുള്ളത്. ഗൈസ് അപ്പൊ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് ക്രീമി പൈ ബൈ ആര്യ ചേച്ചി. അപ്പൊ ടാറ്റ. നക്കിൾസ് ഉണ്ട്, പിന്നെ നമ്മുടെ കപ്പ് കേക്ക് ഉണ്ട്, പിന്നെ താഴെ പോട്ടെ എന്നാ ഞാൻ ടാറ്റ. ഗൈസ് അപ്പൊ ഞാൻ ബൊക്കെ വാങ്ങിക്കാൻ വന്നേക്കാണ്. ആയിക്കോട്ടെ. പൊതിയണതാണോ നല്ലത്, പൊതിയാത്താണോ? മൊത്തം പൊതിയാതെ ആണോ? ഗൈസ് അങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ പൂ മേടിച്ചു, കേക്ക് എടുത്തു, വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്തു. ഏറ്റവും വലിയ സാധനം ബാക്കി മേടിച്ച് ഡെക്കർ ചെയ്യാനുള്ള ഐറ്റംസ് വീട്ടിലാണ് ഇരുന്നത്. അതൊന്നും എടുക്കാണ്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വെറുതെ ഈ വെള്ള ഡ്രസ്സ് എടുത്തോണ്ട് വന്നേക്കണം. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഇത് ഡെക്കർ ചെയ്യാനോ? അപ്പൊ ഞാൻ എന്തിനു പോയതാ? അതുകൊണ്ട് ഞാനിപ്പോ സ്വിഗ്ഗി ജീനിട്ട് എനിക്ക് വൈകി വീട്ട് വരെ പോവാൻ കാറോടിച്ച് പോയി പ്രാന്താവും ഞാൻ, ഭയങ്കര ബ്ലോക്കും. അപ്പൊ ജീനി ഇട്ടിട്ടുണ്ട്. ഡെക്കർ ഐറ്റംസ് വരും. അപ്പോൾ ഇത് എവിടെ ഇട്ട് ഡെക്കർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോന്റെ താഴെ ഇട്ട് ഡെക്കർ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചേക്കണത്. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നു കളയും. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും മാറ്റിയിട്ട് നമുക്ക് ഡെക്കർ ചെയ്യാം. അതാ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്കിനി കാറ് ഡെക്കർ ചെയ്യാം. കാറ് ഇവിടെ കൊണ്ട് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അവൻ വരുവാടാ? ചാൻസ് ഇല്ല ഗൈസ്. ഇതാണ് ഇപ്പൊ ഡിക്കിയുടെ കോലം. ഈ ഇടുക്കി നമ്മൾ മാറ്റാൻ പോവാണ്. എല്ലാം എടുത്തിട്ടുണ്ടല്ലോ, എവിടെ വെക്കണത്? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അതെ നമ്മുടെ കാറാണല്ലോ, കുഴപ്പമില്ലല്ലോ. ആവശ്യമുള്ള സീറ്റാണ്. ഈ സീറ്റ് ഇതിപ്പോ രാമുനെ എങ്ങനെ കാണിക്കും? രാമുനെ ഡിക്കി തുറന്നിട്ട് ഇങ്ങനെ. എന്താണ് ശരിക്കും പ്ലാൻ? എന്താണ് പ്ലാൻ? ആക്ച്വലി നമ്മളിത് ഡെക്കർ ചെയ്യാൻ പോവാണ്. എല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് സീറ്റ് ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റുമോ? അത് പറ്റും, അങ്ങോട്ട് മടക്കാൻ പറ്റും. വേണമെന്നില്ല അല്ലേ? എന്തിനാണ് അളിയനെ ഇതിൽ കിടത്താനാ സീറ്റ് ഒക്കെ മുടക്കി? അപ്പൊ അതാണ് പ്ലാൻ. കേക്ക് ഡിക്കിയുടെ അകത്ത് വെക്കോ? നമ്മുടെ കേക്ക് അപ്പൊ ഗൈസ് നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ വെച്ച രസം ഉണ്ടാവില്ലേ. പിന്നെ സ്വിഗ്ഗി ജീന് എത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ ടെഡി ബെയർ ഉണ്ട് അതിനകത്ത്. എന്തൊക്കെ ഉണ്ടെന്ന് വരട്ടെ, കാണിച്ചു തരാം. അളിയൻ വരുമ്പോ എങ്ങനെ വിളിക്കണം? ഐ ലവ് യു ഐ ലവ് യു. സാധനം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊക്കെ അലങ്കോലം പണി നടക്കാം. നമ്മുടെ സാധനങ്ങളെത്തി. ടെഡി ബെയർ. അയ്യോ, പിന്നെ രണ്ട് ലവ് ഇതെന്തുവാ? ലൈറ്റ് പച്ച. എടാ ഫസ്റ്റ് ലൈറ്റ് തൂക്കിടാ അല്ലേ? ഐ ലവ് യു ബലൂൺ. ഗൈസ് ക്യാമറമാനോൻ അതാ. എന്തൊക്കെ പാടാണെന്ന് ഞങ്ങൾ എടുത്തരാം. അത് തന്നെ, അതാണ് നമ്മളെ പോളിസിന്ന്. ഇത് കുറച്ച് വീർപ്പിക്കുമ്പോ തന്നെ കാറൊന്നും അറിയോലേടാ. 10 സെറ്റ്. ഗൈസ് സഹായിക്കാൻ ഞാൻ ആളെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. നോക്കൂ, ആളിറങ്ങിയിട്ടുണ്ട് സഹായിക്കാനായിട്ട്. പള്ളിപ്പറമ്പ് പോലെ നോക്കട്ടെ. ഇതെന്തൊക്കെ? ഇതിലൊരു ഫോട്ടോ എടുക്കാം. ഹലോ, വെള്ള ഡ്രസ് എന്തെങ്കിലും ഷർട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വൈറ്റ് എന്തെങ്കിലും. അതെ, ലൈറ്റ് പോണതിന് മുമ്പ് ഫോട്ടോ എടുക്കണം കേട്ടോ. റെഡ് ആയി കുഴപ്പമില്ല, ഞാൻ റെഡ് വൈറ്റ് കുഴപ്പമില്ല. ഗൈസ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ രണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. നമുക്ക് അങ്ങനെ വന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൂ കൊടുക്കുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ രാമൂട്ട. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇറക്കുന്നു. അപ്പൊ നീ പൊട്ടിക്കണം ആ സമയത്ത്. ഇങ്ങനെ അത് കറക്റ്റ് തുറന്നു വരുമ്പോ പൊട്ടണോ? ഇത് ഇല്ല, ഞാൻ തൊളയുണ്ടാക്കും. എന്നിട്ട് എന്തറിയാ മതി.
നെഞ്ചുക്കുൾപ്പേ വീടും മാമഴേ. കൊടുക്കണത് I love you. രാമു, I love you. Many hours later. ഞാൻ വിചാരിച്ച എനിക്കെന്തോ ആണെന്ന്. മുട്ടുകുത്തണോ? ആ മുട്ടത്ത് മുട്ടത്ത് മുട്ടത്ത്. പറയണ തിരിച്ചു പറയണ. നീ എന്തെല്ലാം അറിയുന്ന പോലെയൊക്കെ പറയണത്. സന്തോഷത്തോടെ കഴിക്കും വൃത്തിയായിട്ടവരാണ് സർപ്രൈസും ഇല്ല അവന്റെ മുഖത്ത്. ഒരു സ്ഥലത്ത് ഒരാളെ വിളിക്കാൻ പോയി ഇത്ര ലേറ്റ് ആയിട്ട് വരാനാ. ഇവരവിടെ രാമുട്ട സർപ്രൈസ് ആയോ? എന്താണ് മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്നെ പറ്റിച്ചെന്ന് കണ്ടു വിചാരിച്ചാ. നീ എന്റെ കൂടെ നടക്കണോണ്ടല്ലോ കാറ് വാഷ് ചെയ്ത സമയത്ത് ഇവളുടെ കൂടെ ഗിഫ്റ്റ് മേടിക്കാൻ പോയതോ ഒക്കെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ ചെയ്തതെന്ന് നിനക്കറിയോ? എന്താ മനസ്സിലായി? ആ മനസ്സിലായി. അത് കഷ്ടത്തിന് സമ്മതിക്കണം. നീ ഹാപ്പി അല്ലടാ? അപ്പൊ ഗൈസ്, ഈ ഒരു വാലന്റൈൻസ് ഡേ എന്നെ ഹെൽപ്പ് ചെയ്ത ജീവയ്ക്കും ഋതിക്കും ഗംഗയ്ക്കും കാവേരിക്കും എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ് പറയുന്നു ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതെപ്പം വരും? നാളെ വരും. നാളെ വരും. എന്നാ വന്ന്